ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഒരു 7 മണിയായി കാണും. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഇപ്പോൾ രാവിലെ തന്നെ ഏട്ടത്തി വിളിച്ച് വന്നിട്ട് പറഞ്ഞു, എന്നെ എണീപ്പിച്ചിട്ട് പറഞ്ഞു, നമുക്കൊന്ന് താഴെ അമ്പലത്തിൽ പോയാലോ എന്ന്. ഞാൻ പറഞ്ഞു, ഇപ്പോഴോ, ഞാൻ എണീക്കണ്ടേ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി, ഞാനും കുറേ ആഗ്രഹിച്ചതാണ് അവിടെ നാട്ടിൽ പോയിട്ടാകുമ്പോൾ ഒന്നായി അമ്പലത്തിൽ പോകണമെന്ന്. അങ്ങനെ ഞാൻ എഴുന്നേറ്റു, കുളിക്കാൻ പോയി. എൻ്റെ വേദുക്കുട്ടൻ ചപ്പാത്തി തിന്നലാണ്, കുശുമ്പൻ ചെക്കൻ. എന്തൊക്കെയോ പറയുന്നുണ്ട് അവർക്ക്. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാട്ടോ ഇത്, വേദിക്ക്. ദൈവനും വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ. ബാക്കി 2 പേർ ഉറക്കമാണ്. അവരെ എണീപ്പിക്കണം, പല്ലേപ്പിക്കണം, കുളിപ്പിക്കണം. അങ്ങനെ ഞാൻ കുളിച്ചു. അമ്മ രാവിലെ തന്നെ അരക്കൊക്കെ കഴിഞ്ഞു. ഇവർ 2 ഫുഡ് കഴിച്ചു. അച്ഛൻ വരുന്നില്ല, അച്ഛൻ വേറെ സ്ഥലത്ത് പോവാണ്. വേദിക്ക് റെഡിയായി. അങ്ങനെ ഞങ്ങൾ 2 റെഡിയായി. ഇത് ഏട്ടത്തിയാട്ടോ, ജിൻഷ. അടുത്ത് തന്നെയാണ് അമ്പലം. കുറേ വർഷമായി ഞാൻ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ 5 പേരും അമ്പലത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഇപ്പോൾ തിരിച്ചാൽ അമ്പലം അടക്കുന്നതിന് മുന്നേ അവിടെ എത്താം. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. നടന്നിട്ടാണ് പോയത്, കാരണം കുറച്ച് ഇപ്പുറത്ത് തന്നെയാണ് അമ്പലം. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൻ്റെ അമ്പലേ അറിയൂ. അവന് ആദ്യമായിട്ട് ഭക്ഷണം കൊടുത്തത് അവിടെയാണ്. ഇവർക്കെല്ലാവർക്കും, എൻ്റെ വീട്ടിലെ എല്ലാ കുട്ടികൾക്കും ആദ്യമായിട്ട് അവിടെയാണ് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവുക. എൻ്റെ നാട്ടിലെ ചെറിയ അമ്പലമാണ്, ഒരു ശിവക്ഷേത്രം. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ സ്ഥലം മാറിയിരുന്നു. ഞാൻ മുന്നേ പോയതുകൊണ്ട് ഇതിലൂടെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാ ശനിയാഴ്ചയും മിക്കവാറും ഞാൻ അമ്പലത്തിൽ പോകും. ശനിയാഴ്ച ഞായറാഴ്ച ഒറ്റയ്ക്കൊരു പാഴ്സലായിരിക്കും അമ്പലത്തിലേക്ക്. ഇതേ വഴി തന്നെയാണ് പോവുക. പക്ഷേ ഇതിനെക്കാണൊക്കെ കുറേ കൂടെ കാടായിരുന്നു ആ സമയത്ത്. ഇത് മഴക്കാലമായാൽ ഇവിടെ മുഴുവൻ വെള്ളമായിരിക്കും. വയലാണ് ഈ സംഭവം. ഇതിനപ്പുറത്തൊരു വീടുണ്ട്. അങ്ങനെ പിള്ളേരൊക്കെ വെള്ളത്തിലൊക്കെ കളിച്ചു. തിരിച്ച് വരുമ്പോൾ നമുക്ക് നീരാടാമെന്ന് പറഞ്ഞിട്ട് ഒരുവിധം ആശ്വസിപ്പിച്ചിട്ട് കൂട്ടിയിട്ട് പോയി. അങ്ങനെ വീണ്ടും കുറേ റബ്ബറാണ്. അതിനിടയിലോട്ട് നടന്ന് ഞങ്ങൾക്ക് വഴിയൊന്നും ശരിക്കും പറഞ്ഞാൽ ഓർമ്മയേ ഉണ്ടായിട്ടില്ല. മുന്നേ എൻ്റെ കല്യാണത്തിനെങ്ങാനാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഇതിലൂടെ നടന്നു പോയിട്ടുള്ളത്. വേറെ വഴിയുണ്ട് അതിലൂടെ വരാൻ വേണ്ടിയിട്ട്. റോഡുണ്ട് അമ്പലത്തിൻ്റെ ഇപ്പുറത്തോട്ട്. ഇവള് വന്നിട്ടുണ്ട് തോന്നുന്നു, ജിൻഷ. അങ്ങനെ കുട്ടികളാണെങ്കിൽ വെള്ളം കാണുമ്പോൾ ആദൂട്ടനൊക്കെ ഈ വയലും വെള്ളമൊക്കെ അധികം കണ്ടിട്ടില്ല. ഞാൻ ഫ്ലവർ ഓർമ്മയുണ്ട്, കൃഷ്ണകിരീടം. അങ്ങനെ നടന്ന് നമ്മൾ അമ്പലത്തിന് എത്താറായി, ഡെസ്റ്റിനേഷനെത്തി. ഇതാണ് ഞങ്ങളുടെ ചെറിയ അമ്പലം. ഇവിടെ മഴയായതുകൊണ്ട് നല്ല വഴുക്കലുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഞായറാഴ്ചയായിരുന്നു. സ്റ്റെപ്പ് കയറി പോകുന്ന കാണുന്ന ഈ ചെറിയ അമ്പലമാണ് ഞങ്ങളുടെ അമ്പലം. ഞങ്ങളുടെ നാട്ടിലുള്ള ചെറിയൊരു അമ്പലം, മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണിത്. അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മഴയായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോഴേക്കും ശാന്തിക്കാരൻ പൂജയൊക്കെ കഴിച്ചു, പ്രസാദമൊക്കെ ആക്കി കഴിഞ്ഞിരുന്നു. കാരണം ഇവരെയും കൊണ്ട് വേണ്ട ഞങ്ങൾക്ക് അങ്ങനെ എത്താൻ. മഴയായിട്ട് മുഴുവൻ ചെളിയൊക്കെ ആയിരുന്നു, മഴവെള്ളം. ചെറുപ്പത്തിൽ ഇവിടെ ശിവരാത്രിക്ക് നല്ല പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരുപാട് അന്ന് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഉണ്ടാവാറുണ്ട്. നല്ല പരിപാടിയൊക്കെ ഇപ്പം കുറച്ച് നാളായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാനും എൻ്റെ ഒരു 4-5 ഫ്രണ്ട്സും കൂടെ മഴവിൽ സിനിമയിലെ സോങ് ഉണ്ടായിരുന്നില്ലേ, ശിവനാമം, ആ പാട്ടിൽ ഇവിടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ വീട്ടിലെല്ലാ മക്കൾക്കും ചോറ് കൊടുക്കാനിരുന്നിട്ടുള്ളത്. ഈ സ്ഥലത്താണ് കേട്ടോ. ഞങ്ങൾ പ്രസാദം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. അങ്ങനെ പ്രസാദമൊക്കെ കിട്ടി.
പൂജ ചെയ്യുന്നുണ്ട് അകത്തുനിന്ന് നമ്പൂതിരി. നല്ലൊരു ശാന്തമായ അന്തരീക്ഷം അവിടെ. കാരണം കാടിനുള്ളിലാണ്. ഒരു വലിയ അത്യാവശ്യം വലിയൊരു കാടാണ്. അപ്പുറം ഇപ്പുറമൊക്കെ റബ്ബർ മരങ്ങളായിട്ട് വലിയൊരു രാത്രി ആയ പോലത്തെ സ്ഥലമായിരിക്കും എപ്പോഴും. ഇരുട് മൂടി കിടക്കുന്ന സ്ഥലം. അങ്ങനെ എല്ലാവരും പ്രസാദമൊക്കെ വാങ്ങാൻ തുടങ്ങി. ഇവിടെ മിക്കവാറും ഇപ്പോൾ ആൾക്കാർ കുറവായതുകൊണ്ട് അധികം ഇപ്പോൾ ഞായറാഴ്ചകളിൽ മാത്രമാണ് ഈ ശാന്തിക്കാരെ നമ്പൂതിരി കുറച്ച് ലേറ്റായിട്ട് പോകുന്നത്. ബാക്കി ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോകും. കാരണം ആൾക്കാർ അധികം ഉണ്ടാവില്ല. ഞായറാഴ്ച ലീവ് ദിവസമായതുകൊണ്ട് ഉണ്ടാകും. അങ്ങനെ ഒരു പൂജ വഴിപാട് നടത്തിയ പായസമൊക്കെ ആയിട്ട് എല്ലാവരും പോയി. ഞങ്ങൾക്ക് അവിടുന്ന് കഴിക്കാൻ കിട്ടി. ഞങ്ങൾ കഴിച്ചു. നമ്മൾ സാധാരണ അമ്പലത്തിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലല്ലോ. ഇവിടുന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു. ഞാനും ജിൻഷിയും കഴിച്ചു. ഈ മണ്ടന്മാർ രണ്ടുപേരും കഴിച്ചില്ല. അവർ ഭയങ്കര കൂട്ടായിപ്പോൾ. വേദിക്കും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് കഴിക്കുന്നത്. ഒരു പ്രത്യേക മധുരവും പ്രത്യേക ടേസ്റ്റും തോന്നി. ഈ കൽവിളക്ക് ഇപ്പം അടുത്തെങ്ങാനും വന്നതാണ്. ഇത് വന്നിട്ട് ഞാൻ പോയിട്ടില്ല. അങ്ങ് ആ മഞ്ഞ കൊടിമരത്തിൻ്റെ അപ്പുറത്ത് കാണുന്ന സ്റ്റേജ് ഇപ്പോൾ കെട്ടിയതാണ്. അവിടെ നിന്നായിരുന്നു. സ്റ്റേജാണത്. കാരണം കാട് മൂടി കിടക്കുകയാണ്. ശിവരാത്രി വരുമ്പോഴേ ഇവിടെ നല്ല ചാമിച്ചിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ അപ്പം നല്ല ആൾക്കാരും ഉണ്ടാകും, ചാമിച്ചിട്ടും ഉണ്ടാകും. ഫുൾ കാടൊക്കെ വൃത്തിയാക്കിയിട്ടുമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു. സന്തോഷമായി. കാരണം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് പോകണം എന്നുള്ളത്. ഒന്നിക്ക് പറ്റില്ല, അല്ലെങ്കിൽ കൂടെ ആരും ഉണ്ടാവില്ല എന്ന് ഇവള് കുത്തിപ്പിടിച്ചെടുത്ത് എണീപ്പിച്ചത് കൊണ്ട് ഞാൻ വന്നു. ഇതൊക്കെ കാപ്പിയാട്ടോ, കോപ്പി. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ മണ്ടന്മാർക്ക് കൊടുത്ത വാക്ക് പാലിക്കണമല്ലോ. ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ വെള്ളത്തിലിറങ്ങാൻ സമ്മതിക്കാമെന്ന്. അങ്ങനെ അവർ കുറച്ച് സമയം ഇവിടുന്ന് കളിച്ചു. നല്ല സന്തോഷമായിട്ടുണ്ട് അവർക്ക്. ആ വരുന്നവന് വെള്ളത്തിലിറങ്ങാനൊക്കെ പേടിയാട്ടോ. അതുള്ളതുകൊണ്ട് മാത്രം കഴിഞ്ഞതാണെന്നാണ് തോന്നുന്നത്. ഒരു പേടിയൊക്കെ ഉണ്ട് ഉള്ളിൽ. കുറച്ച് സമയം അവിടുന്ന് കളിച്ചു. പിന്നെ എൻ്റെ വഴക്ക് കിട്ടിയപ്പോൾ രണ്ടും കൂടെ കയറി നടന്നു. കാരണം തൊട്ടപ്പുറത്ത് വേറെ വെള്ളമുണ്ടെന്ന് അവർക്കറിയാം. ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടിനല്ലോ. അങ്ങനെ അവിടെ നിന്നും കുറച്ച് സമയം കളിച്ചു. അവിടെ വണ്ടിക്കാരൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. കുറച്ച് അപ്പുറത്ത് കുറേ വണ്ടികളുണ്ട്. കുറച്ച് സമയം അവിടെ നിന്ന് കളിച്ചു. ഈ ചോട്ടക്ക് സങ്കടമായിരുന്നു വെള്ളത്തൊക്കെയായിട്ട്. ഇത് നമ്മൾ വീണ്ടും നടന്നു. നല്ല ഒരുപാട് ഓർമ്മകളുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ. ഞാനും ഏട്ടനും അമ്മയും അച്ഛനും ഒക്കെ. ഇതിലൂടെ നിങ്ങൾക്കൊരു പറമ്പത്ത് പോകാനുണ്ട്. അവിടെ പോകുന്നതും ഇവിടെ ഒരു റിലേറ്റീവിൻ്റെ വീടുണ്ട്. അവിടെ പോകുന്നത്. ഈ സാധനം അറിയോ? നൊസ്റ്റു. ഇത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത് പറിച്ചിട്ട് ഞാൻ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ വെക്കും. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പിന്നെ ഇങ്ങനെ പറിച്ചിട്ട് വെള്ളമാക്കിയിട്ടും കളിക്കും. ഇത് ഞങ്ങളെ ചെറിയ തോട്, ഉറവ. ഈ ചെടിയും നൊസ്റ്റുമാണ്. ഇടയ്ക്ക് കിടക്കുന്നുണ്ടപ്പോൾ വഴി നിറയെ കിടക്കുന്നുണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അങ്ങനെ ഞങ്ങളെ വീടെത്താനായി. അപ്പോൾ ഇവരെ തോൽപ്പിക്കാമെന്നും പറഞ്ഞ് അവരോടി, അവരെ തോൽപ്പിക്കാമെന്നും പറഞ്ഞ് ഞാനോടി. പിന്നെ എല്ലാവരും കൂട്ടത്തോടെ ഓടി. അവിടെ എത്തിയിട്ട് പറഞ്ഞിങ്ങനെ കൊതക്കലായിരുന്നു. അങ്ങനെ വീടെത്തി. ബേബിക്കുട്ടൻ ഓടി പോകുന്നു. ഇതാണ് എൻ്റെ വീട്. നല്ല ഭംഗിയുണ്ടല്ലോ. ഇവിടെ നല്ല തണുപ്പാണ് എപ്പോഴും. ഫുൾ മരങ്ങളായതുകൊണ്ട് നല്ല സുഖമാണ് പുതച്ച് മൂടി കിടക്കാൻ. ഒരു പണിയും എടുക്കാതെ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ സുഖം കിട്ടൂ. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. താങ്ക് യു.